എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 6 ശ്ലോകം 41, 42, 43, 44, 45, 46 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. സൗഭരി മഹർഷി വളരെ വിരൂപനായിട്ട് ജലത്തിൽ നിന്ന് അങ്ങനെ പൊങ്ങി വന്ന് മഹാരാജാവിനോട് കന്യകയെ തരണം എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് എന്താ അദ്ദേഹത്തിനോട് മഹർഷിയോട് തരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങ് തന്നെ അനന്തപുരത്തിൽ പോയിട്ട് ചോദിച്ചോളൂ. അപ്പൊ അങ്ങേ ഇഷ്ടപ്പെടുന്ന ആ കന്യകയെ ഞാൻ വിവാഹം ചെയ്തു തരാം എന്ന് മഹാരാജാവ് മഹർഷിയോട് പറഞ്ഞു. സൗഭര്യ മഹർഷിക്ക് മനസ്സിലായി ശരിയാണ്, ഈ രൂപം കണ്ടാൽ ഒരു സുന്ദരിയും ഒരു കന്യകയും തന്നെ വിവാഹം ചെയ്യില്ല. അതാണ് മഹാരാജാവ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ യോഗസിദ്ധി കൊണ്ട് അതിസുന്ദര രൂപം സ്വീകരിക്കുകയാണ്. അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41, 42. സവിചിന്യാ പ്രിയം സ്ത്രീണാം ജരഢോയമസമ്മത വലീവലിതയേജത്ക ഇത്യഹം പ്രത്യുദാഹൃത സാധയിഷ്യേ തഥാത്മാനം സുരസ്ത്രീണാം അഭീപ്സിതം കിം പുനർമനുജേന്ദ്രാണാം ഇതി വ്യവസിത പ്രഭു. ജരഢ വൃദ്ധനും വലിവലിത വലികളും ഫലിതവുമുള്ളവനും ഏജൽക്ക ചലിക്കുന്ന ശിരസോടുകൂടിയവനുമായ അയം ഇവൻ സ്ത്രീണാം അസമ്മത സ്ത്രീകൾക്ക് സമ്മതനല്ല. ഇതി അപ്രിയം വിചിന്യ എന്നിങ്ങനെ അപ്രിയൻ എന്ന് വിചാരിച്ചിട്ട് അഹം ഞാൻ പ്രത്യുദാഹൃത നിരാകരിക്കപ്പെട്ടു. തഥാ ആത്മാനം അപ്രകാരം ഇരിക്കുന്ന ശരീരത്തെ സുരസ്ത്രീണാം അഭി ദേവസ്ത്രീകൾക്കു കൂടി ഈപ്സിതം ഇഷ്ടമുള്ളതായിട്ട് സാധയിഷ്യെ സാധിപ്പിക്കുന്നേൻ. മനുജേന്ദ്രാണം രാജകന്മാരുടെ സ്ത്രീകൾക്ക് കിംപുന പിന്നെ പറയണമോ. ഇതി ഇപ്രകാരം പ്രഭുവായ അദ്ദേഹം വ്യവസിത നിശ്ചയിച്ചു. അപ്പോൾ സ്വയംവരത്തിന് ഇഷ്ടമുള്ള കന്യകയെ സ്വീകരിച്ചോളൂ എന്ന് മാന്ധാതാവ് ചക്രവർത്തി പറഞ്ഞതിന്റെ സാരം സൗഭരി ശരിക്കും മനസ്സിലാക്കി. അപ്പോൾ വിചാരിക്കുകയാണ്, ഞാനോ വൃദ്ധൻ, പിന്നെ ജരാനരകൾ ബാധിച്ചിട്ട് തലയൊക്കെ ഇങ്ങനെ കഴുത്തിങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. വാർദ്ധക്യം കൊണ്ട് ശിരസ് സർവ്വതാ ചലിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് സ്ത്രീകൾ എന്നെ ആഗ്രഹിക്കില്ല, തീർച്ചയാണ്. അതുകൊണ്ടാണ് മഹാരാജാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. എന്റെ ഈ ശരീരത്തെ ദേവസ്ത്രീകൾക്ക് കൂടി ആഗ്രഹിക്കാൻ തക്ക യോഗ്യതയുള്ള ആർക്ക് തീർക്കും ഞാൻ. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടേ. അദ്ദേഹത്തിന് യോഗസിദ്ധി ഉണ്ടല്ലോ, തപസ്സിദ്ധി. അത്രയും മഹാത്മ്യമുള്ള ആളാണ് സൗഭരി മഹർഷി. അപ്പൊ ദേവസ്ത്രീകൾക്ക് കൂടി ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ രാജകുമാരിമാരുടെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ നിശ്ചയിച്ച് ആ തപപ്രഭാവം കൊണ്ട് അതിസുന്ദര രൂപത്തെ അങ്ങോട്ട് സ്വീകരിച്ചു അദ്ദേഹം. എന്നിട്ട് ദാന്തപുരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുനിപ്രവേശിതക്ഷത്ര കന്യാന്തപുരമൃദ്ധിമൽ വൃതശ്ച രാജകന്യാഭി ഏക പഞ്ചാശതാവര. ക്ഷത്ര രാജപുരുഷനാൽ ഋദ്ധിമൽ സമൃദ്ധിയുള്ളതായ കന്യാന്തപുരം കന്യകകളുടെ അന്തപുരത്തെ പ്രവേശിക്കപ്പെട്ട മുനി പഞ്ചാശതാ രാജകന്യാഭി 50 രാജകന്യകമാരാൽ ഏകവരവൃത ഒരു ഭർത്താവായിട്ട് വരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അതിസുന്ദര രൂപം സ്വീകരിച്ച് സമ്പൽ സമൃദ്ധിയോടുകൂടി ആ കന്യാന്തപുരത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു മുനി. അപ്പോഴെന്താ 50 കന്യകമാരും അദ്ദേഹത്തിന്റെ ആ സൗന്ദര്യത്തിൽ അങ്ങോട്ട് ആകർഷണമായിട്ട് അദ്ദേഹത്തിനെ തന്നെ വിവാഹം ചെയ്യണം. എല്ലാവരും അദ്ദേഹത്തിനെ തന്നെ ഭർത്തൃത്വേന വരിച്ചു. എല്ലാവർക്കും അദ്ദേഹത്തിനോട് വളരെ ഇഷ്ടമുണ്ട്. എല്ലാവർക്കും അദ്ദേഹത്തിനെ വിവാഹം ചെയ്യണമെന്നുള്ള അതിമോഹം ഉണ്ടായി.
താസാം കലിരഭൂൽ ഭൂയാംസ്തദർത്ഥേ ബോഹ്യ സൗഹൃദം മമാനുരൂപോ നായം വ ഇതി തൽഗതചേതസാം അദ്ദേഹത്തിൽ പ്രവേശിച്ച മനസ്സോടുകൂടിയ താസാം അവർക്ക് തദർത്ഥേ അദ്ദേഹത്തെ ഉദ്ദേശിച്ച് സൗഹൃദം അപോഹ്യ സ്നേഹത്തെ ഉപേക്ഷിച്ച് അയം ഇദ്ദേഹം മമ അനുരൂപ എനിക്ക് അനുരൂപൻ വാ ന നിങ്ങൾക്ക് അല്ല ഇതി ഭൂയാൻ കലി എന്ന് മഹത്തായ കലഹം അഭൂതം ഉണ്ടായി. അപ്പൊ അവർക്ക് എന്താ, അയ്യോ ഇനി എന്നെ അല്ലാതെ മറ്റേ, അപ്പോഴേക്കും അവരുടെ സ്നേഹമൊക്കെ അങ്ങോട്ട് പോയിന്നാ പറഞ്ഞത്. അതിസുന്ദരനായ ആ മുനിയിൽ ആ 50 കന്യകമാരുടെയും മനസ്സങ്ങോട്ട് ചെന്നു. എല്ലാവർക്കും എന്നെ തന്നെ വിവാഹം ചെയ്യാൻ തോന്നണേന്ന്. അതുകൊണ്ട് എന്താ, അവർക്ക് അന്യോന്യമുള്ള സ്നേഹം അങ്ങോട്ട് ഇല്ലാതെ ഇദ്ദേഹം എനിക്കാണ് അനുരൂപൻ, നിനക്കല്ല നിനക്കല്ല എന്ന് പറഞ്ഞാൽ അവര് തമ്മില് കലഹം തന്നെ അങ്ങോട്ട് ഉണ്ടായെന്നാ പറയണത്. അത്രയും അദ്ദേഹത്തിന് അവിടെയുള്ള പ്രേമം, അവർക്ക് കാമം ഉണ്ടായതുകൊണ്ട് പരസ്പരം അവർ കലഹിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടെന്ന്. സബഹൃജസ്ഥാഭിരപാരണീയ തപശ്രിയാനർഘ്യപരിച്ഛദേഷു ഗൃഹേഷു നാനോപവനാമലാംഭ സരസ്സു സൗഗന്ധികാനനേഷു മഹാർഹശയ്യാസനവസ്ത്രഭൂഷണ സ്നാനാനുലേപാഭ്യവഹാരമാല്യകൈഃ സ്വലംകൃത സ്ത്രീ പുരുഷേഷു നിത്യദാ രേമേ അനുഗായൽ ദ്വിജഭൃംഗബന്ധിഷു. അപാരണീയ തപശ്രിയ പരിച്ഛേദിക്കാൻ കഴിയാത്തതായ തപസ്സിന്റെ സമൃദ്ധിയാൽ സൗഗന്ധിക കാനനേഷു കലഹാരവനങ്ങളോടുകൂടിയും നാനോപവന അമലാംഭ സരസ്സു നാനാവിധങ്ങളായ ഉപവനങ്ങളോടും നിർമ്മലമായ ജലത്തോടും കൂടിയിരിക്കുന്ന സരസ്സുകളിലും സ്വലംകൃത സ്ത്രീ പുരുഷേഷു സുഷ്ഠുവായ അലങ്കരിച്ച സ്ത്രീകളോടും പുരുഷന്മാരോടും കൂടിയിരിക്കുന്നതും നിത്യത എല്ലായ്പ്പോഴും അനുഗായൽ ദ്വിജഭൃംഗബന്ധിഷു ഒന്നിച്ചു ഗാനം ചെയ്യുന്ന പക്ഷികളും വണ്ടുകളും സ്തുതിപാഠകന്മാരുമുള്ളതും അനർഘ്യപരിച്ഛദേഷു വിലമതിക്കാൻ കഴിയാത്തതായ ഉപകരണങ്ങളുള്ളതുമായ ഗൃഹേഷു ഗൃഹങ്ങളിൽ മഹാർഹശയ്യ ആസന വസ്ത്രഭൂഷണ സ്നാനാനുലേപാഭ്യവഹാരമാല്യകൈഃ ഉത്കൃഷ്ടങ്ങളായ ശയ്യകള്, ആസനങ്ങള്, വസ്ത്രങ്ങള്, ഭൂഷണങ്ങള്, സ്നാനസാധനങ്ങള്, അനുലേപന ദ്രവ്യങ്ങള്, ഭക്ഷണപദാർത്ഥങ്ങള്, മാല്യങ്ങള് മുതലായ പദാർത്ഥങ്ങൾ കൊണ്ട് ബഹ്റുജസ്സ ബഹുമന്ത്രങ്ങൾ അറിയുന്ന അദ്ദേഹം താഭിസഹ അവരോടുകൂടി രമിച്ചു. വളരെ തപപ്രഭാവം ഉള്ള ആളായിരുന്നു സൗകര്യ മഹർഷി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അനേകം മന്ത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ സിദ്ധി വരുത്തിയിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ ആ മന്ത്രദേവതകളുടെ പ്രസാദം കൊണ്ട് അദ്ദേഹം ഒരു അതിമനോഹരമായ ഒരു ഗൃഹം, പൂന്തോട്ടങ്ങള് ഇതൊക്കെ ഉണ്ടാവട്ടെ എന്ന് അങ്ങോട്ട് സങ്കല്പിച്ചു. അവരുടെ കൂടെ ഇരുന്ന് മധുവിധം ആഘോഷിക്കണ്ടേ 50 രാജകന്യകന്മാരോട് കൂടി. അപ്പൊ ഓരോരുത്തർക്കും പ്രത്യേക ഗൃഹങ്ങൾ. 50 പേരെയും അദ്ദേഹം വിവാഹം ചെയ്തു. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി കലഹിക്കുകയായിരുന്നല്ലോ, അദ്ദേഹത്തിനെ കാമിച്ചില്ല. അപ്പൊ അദ്ദേഹം അവരെല്ലാവരെയും വിവാഹം ചെയ്ത് അവരോടുകൂടി രമിച്ചു എന്നത് ആ 2 ശ്ലോകങ്ങൾ കൊണ്ട് വിവരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തപപ്രഭാവം എത്രയാണെന്ന് വിവരിക്കാൻ സാധിക്കില്ല. അതാണ് ഇത്രയും രമണീയ ഗൃഹങ്ങൾ, അതിമനോഹരമായ ഓരോരുത്തർക്കും ഗൃഹങ്ങൾ ആ തപശക്തി കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ചു. ഓരോ ഗൃഹത്തിലും വിലമതിക്കാൻ കഴിയാത്ത ആ വീട്ട് സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ദാസികളും ദാസന്മാരും ഓരോരുത്തർക്കും ഇഷ്ടം ധാരാളം. അവരെല്ലാവരും അതിസുന്ദരികളും സുന്ദരന്മാരും മനോഹരമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചവരും കൂടിയിട്ടുള്ളവരായിരുന്നു എന്നാ പറയണേ. പിന്നെ ആ ഗൃഹത്തിൽ എന്തൊക്കെ വേണോ അവർക്ക് ആവശ്യമുള്ളത്, കളിക്കാൻ യോഗ്യം അതിമനോഹരമായ പൂന്തോട്ടം, താമര കലഹാര പുഷ്പങ്ങള്, പിന്നെ ആമ്പൽ പുഷ്പങ്ങള്, ഇതൊക്കെ നിറഞ്ഞുള്ള ശുദ്ധജല തടാകങ്ങള്. ആ തടാകത്തിലുള്ള ആ പുഷ്പങ്ങളിലൊക്കെ ഇങ്ങനെ പക്ഷികൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണു, വണ്ടുകൾ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കണു, തേൻ കുടിക്കാൻ വന്ന പണ്ടുകളുടെ സംഗീതം ഇതെല്ലാം ഉണ്ടായിരുന്നു. ആ എന്തിനു പറയണു, സ്വർഗോദ്യാനത്തില് അതുപോലെ തന്നെ അതിനേക്കാളും മനോഹരമായിരുന്നു എന്നാ പറഞ്ഞത്. മാന്ധാതാവ് ചക്രവർത്തി പോലും അദ്ദേഹത്തിന്റെ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു എന്നാ പറയണത്. അത്രയും മനോഹരമായിരുന്നു അവിടുത്തെ വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഗൃഹങ്ങള്, ഉത്കൃഷ്ടമായിട്ടുള്ള കട്ടിലുകള്, ശയ്യകള്, ആസനങ്ങള്, വസ്ത്രാലങ്കാരങ്ങള്, കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങള്, ശരീരത്തിൽ പൂശാനുള്ള ചന്ദനം, ആ സുഗന്ധദ്രവ്യങ്ങള്, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങള്, അതിമനോഹരമായ മാലകള്, എന്തിനു പറയണു, എല്ലാം
വളരെ സമൃദ്ധമായിട്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഗൃഹങ്ങളിൽ. ഇങ്ങനെ ഉള്ള ക്രീഡാസ്ഥാനങ്ങളില് രാജകന്യകമാരോടുകൂടി സൗഭരി മഹർഷി രമിച്ചു എന്നാണ് പറയുന്നത്. ഈ 50 പേരോട് കൂടിയിട്ട് ലോകത്തില് ഇരുന്ന് കഴിഞ്ഞാൽ ആ കാമത്തിന് അടിമപ്പെട്ടു പോവും, വിഷയാസക്തി വർദ്ധിക്കും എന്ന് ഭയപ്പെട്ട് ജലത്തിന്റെ അടിയില്, വെള്ളത്തിന്റെ അടിയിൽ കിടന്ന് തപസ് ചെയ്ത ആളാണ്. ആ മത്സ്യങ്ങളുടെ ക്രീഡ കണ്ടിട്ട് അദ്ദേഹത്തിന് അതിൽ ഭ്രമം തോന്നുന്ന പറഞ്ഞത്. പിന്നെ അത്രയും വിരക്തി വന്ന ഒരു മഹർഷിക്ക് പോലും ഇങ്ങനെ പെട്ടെന്ന് കാമം വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്ര സംയമനം പാലിക്കണം ഓരോ മനുഷ്യൻ, അല്ലെ? ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. അതിന്റെ ഇത്രയും തപസ്യായിട്ടുള്ള അദ്ദേഹം പോലും ആ ഒരു നിമിഷത്തെ ഇതിനു വേണ്ടിയിട്ട് അതിൽ പെട്ടുപോയി. ഇന്ദ്രിയങ്ങൾക്ക് അധീനനായി പോകുന്നു. മനുഷ്യന്റെ സ്ഥിതി ഇങ്ങനെയാണ്. അങ്ങനെ അവരോടുകൂടി അദ്ദേഹം വളരെ കാലം രമിച്ചു ജീവിച്ചു എന്ന് പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.